ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് മാളുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, 10th ഓഗസ്റ്റ്. ഇന്നാണ് മാളുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ സ്റ്റാറിൻ്റെ അന്ന് നമ്മൾ ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തത് നിങ്ങൾ ഓൾറെഡി കണ്ടുവല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവളുടെ 2-3 ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാളുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. പിന്നെ വൈകുന്നേരം അവർക്കുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മുടെ ബർത്ത്ഡേ ഗേളുണ്ട് ഇവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ബർത്ത്ഡേ വിഷസ് എല്ലാവരുടെയും വക കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും വർഷത്തിൽ 2 ബർത്ത്ഡേ ഉണ്ട്. അത് ഞങ്ങൾ 3 പേര് അങ്ങനെ തന്നെയാണ്. ഒരു മലയാളം കലണ്ടർ പ്രകാരമുള്ള സ്റ്റാർ ബർത്ത്ഡേ നമ്മൾ മറ്റേ സദ്യയൊക്കെ വെച്ചിട്ട് പ്യുവർ വെജൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അല്ലേ. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ചിക്കൻ ബിരിയാണിയാണ്. അതാകുമ്പോൾ ഒരു 1 pot ഡിഷ് ആണല്ലോ, വേഗം കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തേക്കാണ് ആക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ എത്ര മണിയായി? 11:45. ഇപ്പോഴേ തുടങ്ങിയാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ മാരിനേഷനാണ്. അതിന് നമ്മൾ എടുക്കുന്നത് കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് മുളക് പൊടി, ചില്ലി പൗഡർ. ഇത് റെഡ് ചില്ലി പൗഡറാണ്, കാശ്മീരി അല്ല. ഒരു കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഓൾമോസ്റ്റ് ഒരു 1 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇതിൽ കുറച്ച് കേർഡ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 കിലോ ചിക്കൻ ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂർ അവിടെ ചീഫ് ഷെഫ്, നമ്മുടെ സവാള അരിയുന്ന ചീഫ് ഷെഫ് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിയുന്ന അത്രയും സമയം കൊണ്ട് ഇത് മാരിനേറ്റ് ആയിക്കോളും. ഇതാ ഇവിടെ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് അനിയൻ ഗ്രേറ്റർ സവോള ശരിക്കും അരിഞ്ഞില്ലെങ്കിൽ കറികൾ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് സവോള എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ അത്രയും പ്രൊഫഷണൽ അരിയണം. അപ്പം ഞാൻ കറികളൊക്കെ നന്നാവുന്നത് ഓഫ് കോഴ്സ് കണ്ടില്ലേ, എന്ത് കുഞ്ഞായിട്ട് അറിയണം. ഇനി സവാള കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബിരിയാണിയിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ മുകളിൽ കുറച്ച് സവാള ഇടുമല്ലോ, അത് ഒന്ന് വറുത്ത് കാരമലൈസ്ഡ് ആണോ? അതന്നെ. മീൻവൈൽ ഒരു എക്സ്പെർട്ട് സജഷൻ വന്നു, വിച്ച് ഈസ് റൈറ്റ്. ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്ത് കോരിയെടുക്കാം, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇടയ്ക്കിടയ്ക്ക് കിട്ടേണ്ടതാണ്. നിങ്ങൾ ഒക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റേസിൻസും കാഷ്യൂസ് ആഡ് ചെയ്യാറുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ മുന്തിരി വറുത്ത് കോരി ഇനി കാഷ്യൂസ് ഇട്ടു. ചെറിയ ഒരു ബ്രൗൺ കളർ ആയാൽ മതി. മുന്തിരിയുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ കുറയോ? ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് കോരി വെച്ചിട്ട് സൈഡിൽ കൂടെ മുന്തിരി ഇങ്ങനെ പോകുന്നുണ്ട്. മുന്തിരി ടേസ്റ്റ് ആക്കില്ല. അരി 80% ആയപ്പോൾ ഞാൻ വാർത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സോഫ കൊണ്ടുപോവാണ് ഗൈസ്. അറിയാലോ, ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലവേദനയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കേക്ക് പരിപാടിയും ബിരിയാണിയുടെ ഇടയ്ക്ക് സൈഡിലൂടെ ഇതും നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ബിരിയാണി. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് റെഡിയായി. ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റി. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഓണിയൻ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാനൊരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി വഴന്നതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഇടുക. ടർമറിക്, പിന്നെ ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ടൊമാറ്റോ
ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തു അതിൽ. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ട് നമുക്കിനി ഇതിൽ ചിക്കൻ ആഡ് ചെയ്യാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ആവണ വരെ നമുക്ക് ഇളക്കാം. അപ്പം നമ്മൾ ചിക്കൻ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. കഹാനി മേ ട്വിസ്റ്റ് ബൈ മീ, സജസ്റ്റഡ് ബൈ മാളു. അപ്പോൾ കേട്ടപ്പം അതായിരിക്കും കുറച്ചുകൂടി നല്ല ഐഡിയ എന്ന് എനിക്കും തോന്നി. എന്താണെന്ന് വെച്ചാൽ നല്ല ഐഡിയാസ് തരാറുള്ളൂ. അമ്മയ്ക്ക് എളുപ്പമായിട്ടൊക്കെ പണിയെടുക്കാനേ ഞാൻ വിചാരിക്കാറുള്ളൂ. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് നേരത്തെ റെഡിയാക്കി, ചിക്കനും റെഡി ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലെയേഴ്സായിട്ട് ദമ്മിടുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. മാള് പറഞ്ഞു, മാളുവിനല്ലെങ്കിലും ബിരിയാണിയോട് വലിയ താല്പര്യമില്ല, അവൾക്ക് ചോറും കറിയൊക്കെ അങ്ങനെ സെപ്പറേറ്റ് കഴിക്കേണ്ട ഇഷ്ടം. അപ്പോൾ അവൾ പറഞ്ഞത് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിയാൽ പോരെ. അപ്പോൾ സമയത്തിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥയൊക്കെ നോക്കിയപ്പോൾ എനിക്കും തോന്നി അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ബിരിയാണി മാറ്റിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത് വൈകുന്നേരത്തേക്കുള്ള ഡിഷാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ചപ്പാത്തി ഉണ്ട്, റെഡിമെയ്ഡ് ചപ്പാത്തി. എൻ്റെ അടുക്കളയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ശരിയാക്കാം. അതിനിപ്പോൾ ഈ വരുന്ന ഒരാഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. നമ്മൾ കുറച്ചിപ്പോൾ ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മാളുക്കുട്ടി ഇതേ ചപ്പാത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കണം. മാളു കഴിക്കാൻ പാട്ടാ. അമ്മയും ഏട്ടനും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ചിക്കൻ കറി? നീക്കിക്ക്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. നെയ്ച്ചോറ് ദേ നമ്മുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നിട്ട് പിന്നെ കാണിച്ചു തരാം. മെയിനായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഐസിങ് പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ സ്പോഞ്ച് ബേക്ക് ചെയ്ത് വെച്ചു. ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ അലിയാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ക്രീം വിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ദേ ഇത് നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച്, നല്ല തണുത്തതാണ്, പാക്കറ്റ് ഉണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് നല്ല എന്താ പറയുക സ്റ്റിഫ് പീക്ക് എന്നുള്ള ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ടി അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊന്ന് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കൊണ്ടാണ്. കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ആദ്യം മെൽറ്റ് ചെയ്യാണ്. ഇത്ര മതി. ചോക്ലേറ്റ് മെൽറ്റായി. അതിലേക്ക് നമ്മൾ ഒരു 4 സ്പൂൺസോളം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 to 5 സ്പൂൺസ് പാൽ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചെടുക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ആഡ് ചെയ്യാം. ക്രം കോട്ട് ചെയ്തതാണ്. നമ്മളത് ഡെക്കറേഷൻ ചെയ്യാൻ പോവാ. എന്തായി തീരുന്നുള്ളത് ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം.
2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇനിയും ഒരാൾ കൂടി വരാനുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കറേഷൻസ് ആൻഡ് അവളുടെ ഫ്രണ്ട്സ് ജോയൽ ആൻഡ് അലീന. Happy birthday to you. എന്താ അപ്പൊ എന്റെ കേക്ക് എന്തായാലും സക്സസ്ഫുൾ ആയി എന്നാണ് തോന്നുന്നത്. സോ ഗൈസ് എല്ലാവരും പറയൂ എന്റെ കേക്ക് എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറയണം. അടിപൊളിയാണ്ട് കേക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി. സോ ഇതാണ് മാളുവിന്റെ ഡാൻസർ നെസ. എല്ലാവർക്കും അറിയായിരിക്കും. മാലോടെ ഡാൻസ് മാസ്റ്റർ ആണോ? ഡാൻസ് മാസ്റ്റർ. ഞാൻ സാറിനല്ല പറഞ്ഞേ. ഓ ഡാൻസ് സാർ പറയുന്നു. ഞാൻ ഡാൻസർ. Hello everyone, support Dania's channel. More subscribers. It's okay, it's okay. ഇവിടെ നെസേനെയും പിടിച്ച് അവര് ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. Dancing doll. Dancing doll. Time's up. I got 3, no? Sorry, 4. 1. What? Penguin, who will say? I'm the winner. Happy birthday. What is this? What is this under? You don't like this thing at all. Okay, thank you very much. Thank you. Belated birthday wishes. Thank you, Mole. See you. Bye, Mole. അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വന്നു. എല്ലാവരും പോയി. സമയം എത്രയായി? 10:50. ഓൾമോസ്റ്റ് 11 മണിയായി. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ബർത്ത്ഡേ? ബെസ്റ്റ് ബർത്ത്ഡേ ആഫ്റ്റർ കമ്മിങ് ടു UK. ഇത് അടിച്ചു പൊളിച്ചു. പ്ലസ് ഇവിടുന്ന് പോവണ കാരണം കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയും അവളെ മീറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ അവളുടെ ഒപ്പം ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നല്ല രസമായിരുന്നു അല്ലേ ഏട്ടാ? നമുക്കും നല്ല രസമായിരുന്നു. അതെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നെസ വന്നപ്പോഴും അതിലേറെ അടിപൊളിയായി. പിള്ളേരെ ഡാൻസ് ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ എല്ലാവരും അങ്ങോട്ട് ഒത്തുചേർന്നപ്പോൾ അപ്പം എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നല്ല ടയേർഡാണ്. ഞാൻ ചിലപ്പോൾ കിടക്കണത് എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. എപ്പോൾ ഉറങ്ങും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളും സുഖമായി കിടന്നുറങ്ങൂ. ടേക്ക് കെയർ, ടേക്ക് ഗുഡ് റെസ്റ്റ്. See you next vlog. Until then, bye. Bye. Good night. Good night.